നമസ്കാരം സനുജി. ഇപ്പോൾ ഇതാ പ്രഖ്യാപനം വന്നിരിക്കുന്നു. AICCയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. വി സതീശനാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. നീണ്ട 11 ദിവസത്തിന് ശേഷം സതീശനെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത്, കോൺഗ്രസ്സിന് എന്തുകൊണ്ട് ഈ 11 ദിവസം എടുത്തു? ഇനി ആ 11 ദിവസത്തിന് ശേഷം ഈ ലീഗിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വന്നോ സതീശനെ മുഖ്യമന്ത്രിയാക്കുവാൻ? അപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ലീഗാണോ? ഇങ്ങനെ പല ചോദ്യങ്ങളും ഇതിനകത്ത് ഉയരേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, NSSൻ്റെ ഇനിയുള്ള എക്സിസ്റ്റൻസ് എന്താണ്? NSS നിരന്തരം വിമർശിച്ചു കൊണ്ടിരുന്ന സതീശനെ തന്നെ ലീഗിൻ്റെ സമ്മർദ്ദം കൊണ്ട് മുഖ്യമന്ത്രിയാക്കുകയാണ്. അങ്ങനെ ഒരു സംഘടനയുടെ എക്സിസ്റ്റൻസും മറ്റൊരു സംഘടനയുടെ ഒരു അപ്രമാദിത്വവും കൂടിയാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഏത് രീതിയിലായിരിക്കും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുക? തീർച്ചയായിട്ടും ഹരി പറഞ്ഞ ഈ രണ്ട് ഉപമയും, ഇൻട്രോയിൽ പറഞ്ഞ രണ്ട് സംഘടനകളുടെയും ഭാവി നിർണ്ണയിക്കുന്ന ഒരു വിധിയാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ പറഞ്ഞിരിക്കുന്നത്. 11 ദിവസത്തിന് ശേഷം AICC എന്ന ലേബർ റൂമിൽ നിന്നും ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളത്. സതീശനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള വാർത്ത അല്പസമയം മുമ്പാണ് പുറത്തു വന്നത്. ഇത് കൃത്യമായി സൂചിപ്പിക്കുന്നത് സംഘടനാ ശക്തിക്കും അപ്പുറം മലബാറിന് ദില്ലിയിലുള്ള സ്വാധീനം എന്താണെന്നാണ്. മലബാർ ലീഗിന്, മുസ്ലിം ലീഗിന് എന്താണ് ദില്ലിയിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം, സംഘടനയ്ക്ക് മേലുള്ള സ്വാധീനം എന്താണെന്ന് കൃത്യമായി അടിവരയിടുന്ന ഒരു സംഭവമായി മാറുകയാണ് സതീശൻ. മാത്രമല്ല, ഒരുപാട് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക്, ഒരുപാട് പുതിയ രാഷ്ട്രീയ നിർവചനങ്ങൾക്ക് കൂടി വഴിവെക്കുന്ന ഒരു തീരുമാനമാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേരള ജനതയ്ക്ക് ഒരു ആശ്വാസമായിരിക്കുന്നു. കാര്യം കഴിഞ്ഞ 11 ദിവസമായി അവർ അനാഥരായിരുന്നു. കാര്യം ഏറ്റെടുക്കാൻ ആരോരും ഇല്ലാത്ത ഒരു സംസ്ഥാനം, മുഖ്യമന്ത്രി ഇല്ലാത്തവരുടെ സംസ്ഥാനം എന്നുള്ള വിളിപ്പേര് പോലും കേട്ട് അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വന്നു കേരളീയർക്ക്. അതിൽ നിന്ന് മുക്തമായിക്കൊണ്ട് അടുത്ത മുഖ്യമന്ത്രി സതീശനാണെന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതിന് പിന്നാലെ വരുന്നത് ഇപ്പോൾ ഹരി സൂചിപ്പിച്ചതുപോലുള്ള ലീഗിൻ്റെ, NSSൻ്റെ തുടങ്ങിയ രാഷ്ട്രീയ ഭാവി എത്തരത്തിലാണെന്നുള്ള ചില പുനർവായനകൾ കൂടിയാണ് ഇതിൻ്റെ ഒപ്പം ചേർത്ത് വായിക്കാനുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗിന് എത്രത്തോളം സ്വാധീനം പാർട്ടിയിൽ ദില്ലിയിൽ AICC ആസ്ഥാനത്ത് ചെലുത്താൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമായി മാറുകയാണ് സതീശൻ എന്ന പേര്. കാര്യം KC വേണുഗോപാലും പാർട്ടിയിലെ തന്നെ സീനിയർ നേതാവായ, അനുഭവ സമ്പത്തുള്ള, പ്രത്യേകിച്ചും കഴിഞ്ഞ സർക്കാരിനെതിരെ പട നയിച്ച രമേശ് ചെന്നിത്തല എന്ന അതികായൻ ഒരു വശത്ത് നിൽക്കുന്നു. സംഘടനാ ശക്തിയുടെ ബലത്തിൽ തന്നെ അതികായൻ എന്ന് വിശേഷിപ്പിക്കുന്ന KC വേണുഗോപാൽ, ഇവർ രണ്ടുപേരെയും വെട്ടിമാറ്റിക്കൊണ്ട് സതീശൻ വരുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് പുതിയ നിർവചനങ്ങൾ നടത്താനാകും. മാത്രമല്ല, ഏറ്റവും ഇതിൽ അക്കിടി പറ്റിയിരിക്കുന്നത് ഇപ്പോൾ NSSൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന സുകുമാരൻ നായർ തന്നെയാണ്. കാര്യം അദ്ദേഹം ഈ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ പറ്റിയുമില്ല, എന്നാൽ കഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ബാക്കിയുള്ളവരെ മൊത്തം വെറുപ്പിച്ചു. പക്ഷേ കിട്ടണമെന്ന് വിചാരിച്ച കാര്യം കിട്ടിയുമില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് NSS സുകുമാരൻ നായർ. കഴിഞ്ഞ ദിവസം അദ്ദേഹം ലീഗിനെതിരെ ചില പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. വിദ്യാഭ്യാസം അടക്കമുള്ള വകുപ്പുകൾ ലീഗിന് നൽകരുത് എന്ന് ശക്തമായ ഒരു താക്കീത് അദ്ദേഹം കോൺഗ്രസിന് നൽകിയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഈ മുഖ്യമന്ത്രിയായ സ്ഥിതിക്ക് അടുത്ത ഒരു കീറാമുട്ടി എന്ന് പറയുന്നത് ഈ മന്ത്രിസഭാ വിഭജനം, അല്ലെ? മന്ത്രിമാരുടെ ആരൊക്കെയാകണം മന്ത്രിമാർ എന്നുള്ളതാണ് അടുത്ത വലിയ കടമ്പ. അതിലേക്കാണ് ഇനിയിപ്പോൾ നീങ്ങുന്നത്. പക്ഷേ ഈ മുഖ്യമന്ത്രിക്ക് എടുത്ത ഒരു സമയമൊന്നും അതിന് ഇനി എടുക്കാൻ സമയം കിട്ടില്ല. കാര്യം 10 ദിവസം ഇതിൻ്റെ ഒരു തീരുമാനത്തിന് വേണ്ടി തന്നെ വെറുതെ കളഞ്ഞു കുളിച്ചു. ഈ 10 ദിവസം കഴിഞ്ഞ് സതീശൻ എന്നുള്ളത്, ആദ്യത്തെ ദിവസം സതീശനായാലും മറ്റൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. എന്തിനാണ് ഈ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും അനുനയിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ 9 ദിവസം കളഞ്ഞു കുളിച്ചതെന്നുള്ളൊരു ചോദ്യം മുന്നിലുണ്ട്. അപ്പോൾ അതിനൊക്കെ വരും നാളുകളിൽ AICC മറുപടി നൽകേണ്ടി വരും. തീർച്ചയായിട്ടും. ഇപ്പോൾ ലീഗിൻ്റെ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് സതീശൻ വരുന്നു. ഏത് ലീഗ് എന്നുള്ളതാണ്. നേരത്തെയുള്ള പഴയ മുന്നേ ഉണ്ടായിരുന്ന ലീഗല്ല. ലീഗ് ഇപ്പോൾ വലിയ മതശക്തികളുടെയൊക്കെ കീഴിലുള്ള ഒരു ലീഗാണ്. ആ ലീഗിനാണ് ഇപ്പോൾ കോൺഗ്രസ് വശപ്പെട്ടിരിക്കുന്നത്. ഒരു കാലത്ത് കോൺഗ്രസ് തന്നെ, അല്ലെങ്കിൽ നെഹ്റു തന്നെ ചത്ത കുതിര എന്ന് പറഞ്ഞിരുന്ന ലീഗ് ഇപ്പോൾ കോൺഗ്രസിനെ വിഴുങ്ങുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ സതീശനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ
മറ്റൊരു കാര്യവും കൂടി പറയണം. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കോൺഗ്രസിനെ കൊണ്ടുവന്ന അവരുടെ പാളയത്തിൽ കൊണ്ടുവന്ന് കെട്ടിയ ആളും കൂടിയാണ് വി ഡി സതീശൻ. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ അടുത്ത 5 വർഷത്തെ ഭരണം വളരെ ജാഗ്രതയോടുകൂടി കാത്തിരുന്നില്ല എങ്കിൽ, അതിൽ നോക്കിയിരുന്നില്ല എങ്കിൽ കേരളത്തിൻ്റെ സമനില തന്നെ തെറ്റുന്ന ഒരു സാഹചര്യമായിരിക്കും ഇനി മുന്നോട്ട് കാണാൻ പോകുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും സംഭവ വികാസങ്ങൾക്കും കൂടി കളമൊരുക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വി ഡി സതീശൻ്റെ ഈ പ്രഖ്യാപനത്തിലൂടെ കോൺഗ്രസ് അടിമുടി നാട്ടുകാരെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം കെ സി വേണുഗോപാലിൻ്റെ MLA-മാരുടെ പിന്തുണയ്ക്കും മറ്റെല്ലാ കാര്യത്തിനും, അതിനപ്പുറം രണ്ടാമതായിട്ട് രമേശ് ചെന്നിത്തലയുടെ പിന്തുണയ്ക്കും അപ്പുറം വി ഡി സതീശനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് മുട്ടിടിച്ച് തുടങ്ങിയിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ പതനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് കൃത്യമായി ലീഗിന് വശംവദനായി, ലീഗിന് മുന്നിൽ അടിയറവ് വെച്ചു കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവരുടെ എല്ലാ എത്തിക്സും ലീഗിന് മുന്നിൽ അടിയറവ് വെച്ചുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി കാണേണ്ടത് കേരളത്തിൻ്റെ ഭാവി എന്താണ് എന്നുള്ളതിൽ നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും SDPI-യുമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള ബന്ധം സൂക്ഷിക്കുന്ന വി ഡി സതീശൻ എങ്ങനെയാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതുമാത്രമല്ല പ്രതിപക്ഷത്ത് ഇക്കുറി 3 BJP MLA-മാർ കൂടി എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് MLA-മാർ ഉയർത്തുന്ന ചോദ്യങ്ങളും അത്തരത്തിലുള്ളവയായിരിക്കും. അവർ ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ UDF-ന്റെ നിലപാട് എന്താണെന്ന് കൃത്യമായി അറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. മാത്രമല്ല കാലാകാലങ്ങളിൽ ഈ SDPI-യോടൊക്കെ സ്വീകരിച്ച സമീപനം ഇനി വെറുതെ അങ്ങനെ വെറും വാക്കായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളമ്പാൻ പറ്റില്ല. കൃത്യമായൊരു മറുപടി തന്നെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പറയേണ്ടി വരും. അതുകൊണ്ട് വി ഡി സതീശൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ളതിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് ഉത്കണ്ഠാപൂർവ്വം നോക്കുകയാണ് കേരളം. അല്ല, UDF-ന്റെ ഒരു നേതാവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് SDP സെക്കുലർ സംഘടന എന്നാണ്, മതേതര സംഘടനയാണ് SDP എന്ന അഭിപ്രായമായിരുന്നു അന്ന് UDF-ന്റെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പറഞ്ഞത്. അപ്പോൾ അത്രമാത്രം ലീഗും SDPI-യുമായിട്ട് അടുത്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ലീഗിൻ്റെ തലയിൽ ഇപ്പോൾ SDPI മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഡെപ്യൂട്ടി CM പദവി ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ അത് ലീഗിനാണ് എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് ഇവർ ചോദിച്ചു വാങ്ങിച്ചെടുക്കുമോ? ആഭ്യന്തരം മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ, അതോ ആഭ്യന്തരം മറ്റാർക്കെങ്കിലും അനുനയത്തിൻ്റെ ഭാഗ്യമായി കൊടുക്കുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി തീരുമാനമാകേണ്ടിയിരിക്കുന്നു. മാത്രമല്ല മറ്റ് മന്ത്രിമാർ ആരൊക്കെ എന്നുള്ളതാണ് ഇനി അടുത്ത് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. പ്രത്യേകിച്ചും കേരളത്തിൽ സ്കൂൾ തുറക്കാൻ ഇനി 2 ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ഒരുപാട് ഏകോപനങ്ങൾ ആവശ്യമുള്ളതാണ് ഒരു അധ്യയന വർഷത്തിൻ്റെ ആരംഭം എന്നുള്ള നിലയിൽ. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും കഴിഞ്ഞ 2-3 മാസങ്ങളായി നടന്നിട്ടില്ല. ഇലക്ഷൻ്റെ വിജ്ഞാപനം വന്നതിന് ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്തംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഭരണം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ച ഒരവസ്ഥയാണ്. അപ്പോൾ ഇനി വളരെ ത്വരിതഗതിയിൽ എന്തെങ്കിലും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളിലൊക്കെ ഒരു തീർപ്പ് ഉണ്ടാക്കാനാകൂ. പ്രത്യേകിച്ചും UDF-ന് ഭരണം തുടങ്ങുന്ന സമയത്ത് അത്ര നല്ല കാലമായിരിക്കില്ല, ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇനി എങ്ങനെയാണ് ഈ ഓരോ കടമ്പകളായി കടന്നു കയറുന്നത് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മറുഭാഗത്ത് ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഹരി. ഇപ്പോൾ കോൺഗ്രസിനെക്കാളും വലിയ പ്രശ്നം ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് CPM-ലാണ്. പിണറായി വിജയൻ കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിൽ പോയി തമ്പടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാൻ വേണ്ടി. ഇത്ര അധികം ആക്രാന്തം മൂത്ത് എന്തിനാണ് അദ്ദേഹം നിൽക്കുന്നതെന്ന് വീണ്ടും അണികൾ ചോദിക്കുന്നുണ്ട്. ഒരു കാരണവശാലും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് ആക്കേണ്ടതില്ല എന്നാണ് പാർട്ടിയിലെ സീനിയർ നേതാക്കൾ അടക്കം ശക്തമായി ആരോപിക്കുന്നത്. പക്ഷേ അത് പറ്റില്ല, തനിക്ക് ആയേ പറ്റൂ. കാര്യം കഴിഞ്ഞ 10-15 വർഷമായി സർക്കാരിൻ്റെ ചിലവിൽ ഉറങ്ങി നാട്ടുകാരുടെ വിയർപ്പ് തിന്ന് ജീവിച്ച് സുഖിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ഒരു സുഖം വിടാൻ അദ്ദേഹം അത്ര പെട്ടെന്ന് തയ്യാറല്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ചർച്ച നടക്കുന്നതിനിടയിൽ തന്നെ സഖാവ് ബാലൻ പറഞ്ഞത് 6 ദിവസം അദ്ദേഹം ലോകത്തെ സൃഷ്ടിച്ചു, 7ാമത്തെ ദിവസം അദ്ദേഹത്തിന് വിശ്രമം വേണം എന്ന നിലയിലാണ് ബാലൻ പറഞ്ഞത്. പക്ഷേ ആ വിശ്രമം തനിക്ക് വേണ്ട, ഇനിയും ഞാൻ സൃഷ്ടികർമ്മം നടത്തിക്കൊള്ളാം എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അത് ഒരു വശത്ത് നിൽക്കുന്നു. ഇനി കോൺഗ്രസിൻ്റെ കാര്യം എടുത്താൽ വീണ്ടും ഇപ്പോൾ മഴയും മറ്റ് കാര്യങ്ങളും കാലവർഷം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ധാരാളം ഫ്രീ ബീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഫ്രീ ബീസ് ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. കേരളം ഇപ്പോൾ തന്നെ 3 ഇരട്ടി, കഴിഞ്ഞ മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ 3 ഇരട്ടി വലിയ കടത്തിലും കടക്കെണിയിലുമാണ്. KSRTC ഒരല്പം മാറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും ഈ ഫ്രീ ബീസ് പ്രഖ്യാപിക്കുന്നതോടുകൂടി
അടുത്ത വരുന്ന ആൾക്കാർക്ക് ഈ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ശമ്പളം ഇനിയെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് അടുത്ത അനിശ്ചിതത്വം നിറഞ്ഞ ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നത്. കാരണം ഈ ഫ്രീ ബീസ് പ്രഖ്യാപിക്കും തോറും സംസ്ഥാനത്തിൻ്റെ ഖജനാവ് വീണ്ടും കാലിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് അറിഞ്ഞുകൂടാത്ത പ്രഖ്യാപനങ്ങളിലൂടെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോയത്. ഇത്ര വലിയൊരു വിജയം അവർക്ക് കിട്ടുമെന്ന് വിചാരിച്ച് കാണില്ല. പക്ഷേ ഇത് ജനതയ്ക്ക് നേരെ എങ്ങനെയാണ് ജനതയെ ഇനി കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ 10 ദിവസമായി ദില്ലിയിലും തിരുവനന്തപുരത്തുമായി നടന്ന ചർച്ചകൾക്കും അപ്പുറമാണ് ഇനിയിപ്പോൾ പാണക്കാടും ചങ്ങനാശ്ശേരിയിലുമായി നടക്കാൻ പോകുന്ന ചർച്ചകൾ. എന്തായാലും അത്തരം ചർച്ചകൾ ചൂടുപിടിക്കട്ടെ ഒരു വശത്ത്, മറുഭാഗത്ത് ഭരണം തുടങ്ങട്ടെ. കാര്യം ജനങ്ങൾ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. 10 വർഷമായി അവർ മടുത്തുപോയ ഭരണത്തിൽ നിന്നാണ് മാറ്റം വരാനാണ് അവർ UDF-ന് അവസരം നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ തുടങ്ങുക എന്നുള്ളത് UDF-ന്റെ ഒരു കടമയാണ് ജനങ്ങളോട് കാട്ടേണ്ട. അപ്പോൾ അതിന് അവർക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കാം ഈ ഒരു നിമിഷത്തിൽ. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.